എല്ലാവർക്കും സൈഷ്മാസ് എഡുസോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 3rd ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി ആണ്. ഇലക്ട്രോകെമിസ്ട്രിയിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്താണ് ഗാൽവനിക് സെൽ, ഫ്യൂവൽ സെൽ, അതുപോലെ തന്നെ നെർൻസ് ഇക്വേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇലക്ട്രോകെമിക്കൽ സെൽസ് അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ മെയിൽ അയയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ അമർത്തുമ്പോൾ വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Electrochemistry is branch of chemistry which deals with the interrelationship between electrical energy and chemical changes. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അതായത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. Electrolysis and electrolytic cells. The chemical reactions occurring due to the passage of electric current is called electrolysis. Okay, and the device to carry out electrolysis is called electrolytic cells. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസിനെ, ഇലക്ട്രോലൈസിസ് നടക്കുന്ന ഡിവൈസിനെ ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയും. ഇനി ഇലക്ട്രോലൈറ്റിക് സെൽസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അതാണ് മെയിൻ ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആയിട്ട് മാറും. The chemical reaction in which electrical current is produced is called electrochemical reaction, and a galvanic cell is an example of an electrochemical cell. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിന് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ ഗാൽവനിക് സെൽസ് ആണ് ഇലക്ട്രോകെമിക്കൽ സെൽസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഈ ഗാൽവനിക് സെൽസിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഫസ്റ്റ് പഠിക്കുന്ന പോർഷൻ. നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറയുമ്പോൾ ഡിവൈസ് ഫോർ കൺവേർട്ടിംഗ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ സെൽസ് ഓർ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽസ്. Okay, in galvanic cell a redox reaction is carried out in an indirect manner and the decrease in free energy during the chemical process appears as electrical energy. അപ്പോൾ നമുക്ക് ആ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ആ ഒരു ഫിഗർ നോക്കാം. അവിടെ എന്തൊക്കെയാണുള്ളത്? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, അതുപോലെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, കീ, അതിൻ്റെ ഗാൽവനിക് സെൽസിൻ്റെ ഇത് എല്ലാം നോക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ ദാറ്റ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ പ്രോസസ്സസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സെപ്പറേറ്റ് വെസൽ. അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സെപ്പറേറ്റ് വെസൽസിലായിരിക്കും ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോകെമിക്കൽ സെൽസിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഗാൽവനിക് സെല്ല് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗാൽവനിക് സെൽസിനെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാനിയൽ സെൽസ് ആണ്. ഡാനിയൽ സെൽസ് ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ ഓഫ് എ ഗാൽവനിക് സെൽ. അപ്പം ജോൺ ഫ്രെഡറിക് ഡാനിയൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റാണ് ഈ ഒരു ഡാനിയൽ സെല്ല് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ് സെൽസ്. 1 half cells containing a zinc electrode dipping in a molar solution of zinc sulfate. At this electrode oxidation takes place. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് എന്തുകൊണ്ടാണ് ഒരു ഹാഫ് സെല്ലിൽ സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, അത് ആ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇലക്ട്രോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ ആനോഡ് എന്ന് പറയും. അത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, അതർ ഹാഫ് സെല്ലിലാണെങ്കിൽ കോപ്പർ ഇലക്ട്രോഡാണ് ഡിപ്ഡ് ഇൻ എ മോളാർ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്സ്.
At this electrode, reduction takes place and is known as cathode. This is a positive electrode. Okay, when two electrodes are connected externally by metallic wire and the solutions are connected internally by a salt bridge. Okay, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾട്ട് ബ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡെവലപ്ഡ്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡ്. അപ്പോൾ അതിനെ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിങ്ക് ബാർ Zn2 പ്ലസ് Cu2 പ്ലസ് ബാർ Cu. The parallel lines indicates a salt bridge and a short line represent phase boundaries. This shorthand notation is called a cell diagram. Okay, അപ്പോൾ സെൽ ഡയഗ്രാം എക്സാമിന് ചോദിക്കാം, എക്സാമിന് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു നൊട്ടേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലിൽ എന്തൊക്കെ റിയാക്ഷൻസാണ് ഒക്കർ ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു സിങ്ക് ഗോസ് ഇൻ ടു സൊല്യൂഷൻ ആസ് സിങ്ക് അയോൺസ് ഇൻ ദ വെസൽസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ Zn gives Zn2 പ്ലസ് പ്ലസ് 2e മൈനസ്. ഈ റിയാക്ഷനിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ലോസ് ആവുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ലെഫ്റ്റ് അടുത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സിങ്ക് ഇലക്ട്രോഡ് ഫ്ലോസ് ത്രൂ ദ എക്സ്റ്റേണൽ വയർ ടു ദ കോപ്പർ ഇലക്ട്രോഡ് where they react with the copper ions and form a neutral copper atom which are deposited on copper electrode on the right hand side. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ Cu2 പ്ലസ് പ്ലസ് 2e മൈനസ് gives Cu. This reaction gain electrons and it is known as reduction. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവറോൾ സെൽ റിയാക്ഷനെ നമ്മൾ എഴുതുമ്പോൾ Zn പ്ലസ് Cu2 പ്ലസ് gives Zn2 പ്ലസ് പ്ലസ് Cu. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ഓക്കെ, യു ഷേപ്ഡ് ആയിട്ടുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അത് അഗർ അഗർ മിക്സ്ഡ് വിത്ത് ആൻ ഇലക്ട്രോലൈറ്റ് ലൈക്ക് KCl, KNO3, NH4NO3 എക്സെട്ര. അപ്പോൾ ഇതെന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് ഫങ്ഷൻസ് നോക്കാം, ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അഗർ അഗർ മിക്സ്ഡ് വിത്ത് ഇലക്ട്രോലൈറ്റ് ലൈക്ക് KCl, KNO3 ആൻഡ് NH4NO3. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫങ്ഷൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ബൈ ഇൻ്റർ മൈഗ്രേഷൻ ഓഫ് അയൺസ് ഇൻ ടു 2 ഹാഫ് സെൽസ്. ഓക്കെ, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇറ്റ് റെഡ്യൂസ് ദ സോ കോൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, അതായത് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് വെൻ 2 dissimilar സൊല്യൂഷൻസ് ആർ ഇൻ കോണ്ടാക്ട്. അപ്പോൾ അതാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഡിസിമിലർ ആയിട്ടുള്ള സൊല്യൂഷൻസ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇലക്ട്രോഡ് സൊല്യൂഷൻ ബട്ട് പ്രിവെൻറ്റ് ഫ്രം മിക്സിങ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡ് സൊല്യൂഷൻസിൻ്റെ കോണ്ടാക്റ്റിനെ പെർമിറ്റ് ചെയ്യുന്നു, പക്ഷേ മിക്സിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഗാൽവനിക് സെല്ലിൽ മെയിനായിട്ട് പഠിച്ചത്. അപ്പോൾ ഗാൽവനിക് സെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. എന്താണ് ഇലക്ട്രോഡ്, എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനിടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ചാർജ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ സൊല്യൂഷൻ ഡെവലപ്പ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ ഇൻ്റർഫേസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ. അപ്പം ഈ ഒരു ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നത്. അപ്പം ദ ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോൺ ടു ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള ഇലക്ട്രോണിൻ്റെ ആ ഒരു ടെൻഡൻസിയെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ന്യൂമറിക്കലി ഈക്വൽ ടു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. അപ്പം ന്യൂമറിക്കലി ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഈക്വൽ ആണ്, പക്ഷേ സൈൻസ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് EMN+
ബാർ എം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് 1 മോൾ കോൺസെൻട്രേഷൻ. അതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന E0 എന്ന് പറയുന്ന ആ ഒരു ഇട്ടിട്ട് മുകളിലൊരു 0 സൈൻ കൊടുത്താൽ മതി. അതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെയാണ്? ടെമ്പറേച്ചർ 298 കെൽവിൻ ആൻഡ് പ്രഷർ ഈസ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് 1 മോൾ കോൺസെൻട്രേഷൻ. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് സെൽ പൊട്ടൻഷ്യൽ or EMF of a cell. ഓക്കെ, സെൽ പൊട്ടൻഷ്യൽ ഓർ EMF ഓഫ് എ സെൽ. ഇതൊക്കെ നിങ്ങൾ 10th 9th ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ ഓർ EMF ഓഫ് എ സെൽ എന്ന് പറയുന്നത്, സെൽ പൊട്ടൻഷ്യൽ ഓർ EMF അല്ലെങ്കിൽ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 2 ഇലക്ട്രോഡ്സ് വിച്ച് കോസസ് ദ പ്രൊഡക്ഷൻ ഓഫ് എന്തുവാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന് കാരണമാവുന്ന 2 ഇലക്ട്രോൺസിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്തുവാണ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം EMF ഈക്വൽ ടു E സെൽ. E സെൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഓക്കെ, അപ്പോൾ ഈ സെല്ല് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ഇത് കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ ആനോഡ് written on the left hand side and the cathode on the right hand side in a cell diagram. അപ്പോൾ E cells is equal to ER minus EL. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHE അങ്ങനെയാണ് അതിനെ ഷോർട്ടായിട്ട് എഴുതുന്നത്. ഈസ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതിന് രണ്ടും ഒന്ന് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, SHE ഓർ NHE, കൺസിസ്റ്റ് ഓഫ് എ platinum metal strip dipped in an exactly 1 mole HCl solution. Okay, the platinum metal strip is surrounded by a jacket through which pure H2 gas is continually passed at a constant pressure of 1 atm at 298 Kelvin. The electrode potential is arbitrary fixed as a 0. Okay, അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഇലക്ട്രോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് PT H2 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അപ്പം ബാർ H+, 1 മോൾ കോൺസെൻട്രേഷനിലാണ് വരുന്നത്. അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഇവിടെ സെൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ H2 ആനോഡ് H2 gives 2H++ 2E- അവിടെ അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. 2H++ 2E- gives H2 which acts as കാഥോഡ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു പ്ലാറ്റിനം വെയർ H2 ഗ്യാസ് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക്, പിന്നെ H+ അയോൺസ് 1 മോൾ കോൺസെൻട്രേഷൻ, PT എന്താണ് അത്, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൽ കൺവെൻഷൻ നോക്കുക. ആ ഒരു മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? Electrochemical series, the arrangement of various elements in the increasing order of their standard electrode potential is called electrochemical series or activity series. Okay, അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ ആ ഒരു സീരീസിനാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് മോസ്റ്റ് ആക്റ്റീവ് മെറ്റൽസ് ഒക്കേഴ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് ദ ആക്ടിവിറ്റി ഓഫ് എ മെറ്റൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ readiness to lose electrons in the solution. Metal with a high negative electrode potential displays metals below its series form their salt solution. Example ആയിട്ട് നമ്മുടെ സിങ്ക് എടുത്തു കഴിഞ്ഞാൽ സിങ്ക് ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുക, ഇൻക്രീസിങ് സ്ട്രെങ്തും ആ ഒരു നോക്കുക, ഇലക്ട്രോഡും എങ്ങനെയാണ് അതിൻ്റെ ഹാഫ് സെൽ റിയാക്ഷൻ, അതിൻ്റെ ഈ വോൾസില്ലേ ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു ഇതും നിങ്ങൾ നോക്കുക. ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റും
ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റും എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സീരീസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ കോമൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ടു കാൽക്കുലേറ്റ് ദ EMF ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ആ ഒരു സെല്ലിൻ്റെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി, ആ ഒരു എലമെൻസിൻ്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തുവാണ് ഒരു സെല്ലിൻ്റെ ആ ഒരു ഫീസിബിലിറ്റി, സെൽ റിയാക്ഷൻസിൻ്റെ ഫീസിബിലിറ്റി എന്ത് ചെയ്യും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ്, to predict whether hydrogen gas will be involved by the reaction of metals with acid or not. എന്ന് വെച്ചാൽ ആസിഡുമായിട്ട് ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്നത് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസിസിൻ്റെ പ്രോഡക്ട്സിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 5 ആപ്ലിക്കേഷൻസാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നെർൺസ് ഇക്വേഷൻ. അപ്പോൾ നെർൺസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എ ജർമ്മൻ കോൾഡ് വോൾട്ടർ നെർൺസ്. ഓക്കെ, നെർൺസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നതാണ് നെർൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഇറ്റ് ഗീവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നത് ഒരു ഇലക്ട്രോഡിൽ ഒക്കർ ചെയ്യുമ്പോൾ mn പ്ലസ് ബാർ m. അപ്പോൾ mn എന്ന് പറയുമ്പോൾ ആ ഒരു വാലൻസിയാണ്. mn പ്ലസ് ne മൈനസ് ഗ്യൂസ് m. അതായത് ഇതിൻ്റെ നെർൺസ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഈ ഒരു റിയാക്ഷൻ്റെ E = E0 minus RT divided by NF into Ln concentration of M divided by concentration of Mn plus. ഓക്കെ, ഇവിടെ E എന്ന് പറയുന്നത് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ആൻഡ് R ഈസ് ദ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് T ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, F ഈസ് ദ Faraday's constant, and N is the number of electrons involved in the electrode reaction. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു പ്യുവർ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ നമുക്കെപ്പോഴും യൂണിറ്റി ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറയുന്നത് 1 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നമുക്ക് E = E0 minus RT divided by NF into Ln 1 by concentration of Mn plus. അപ്പോൾ നമുക്ക് ഈ ഒരു കൺവേർട്ടിങ് ലോഗരിതം ടു ദ ബേസ് 10 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് Ln എന്ത് ചെയ്യും? 2.303 ആയിട്ട് മാറും. അപ്പോൾ E = E0 minus 2.303 RT divided by NF into log 1 by concentration of Mn plus. അപ്പോൾ നമുക്ക് Rൻ്റെ വാല്യൂവും Tയുടെ വാല്യൂവും Fൻ്റെ വാല്യൂ ഒക്കെ അറിയാം അല്ലേ? R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ. അതുപോലെ ഫാരഡേ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 96,500 കൂളോമാണ്. അപ്പോൾ അത് ഈ വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് E = E0 minus 0.0591 divided by N into log 1 by concentration of Mn. അപ്പോൾ നമുക്കിവിടെ ഈ 2.303യുടെ കൂടെ Rൻ്റെ വാല്യൂവും Tയുടെ വാല്യൂവും Fൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു 0.0591 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെർൺസ് ഇക്വേഷൻ എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ഓഫ് ദ സെൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 ഇലക്ട്രോഡ്സ് മേക്സ് ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെൽസ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഓഫ് electrolytic concentration on cell potential can be explained using Nernst equation. Okay, അപ്പം നമുക്ക് ഒരു let us consider a Daniell cell. Zn bar Zn2 plus അതുപോലെ Cu2 plus bar Cu. അപ്പോൾ അതിന്റെ ഈ സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കാഥോഡിലാണെങ്കിൽ ഈ Cu2 plus bar Cu equal to E0 Cu2 plus bar Cu minus RT by 2 F Ln 2 എന്ന് പറയുന്നത് Nന്റെ വാല്യൂ 2 ആയതുകൊണ്ടാണ്. അപ്പോൾ Ln 1 by Cu2 plus concentration of Cu2 plus.
അപ്പൊ നമ്മൾ ഈ സെൽ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണ്. അപ്പൊ ഇവിടെ റൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ ആണ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. അപ്പോൾ കാഥോഡിലെ കോപ്പറിൽ നിന്ന് ആനോഡിലെ എന്താണ് സിങ്കിനെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അപ്ലൈ Nernst equation ഫോർ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോഡ് വി ഹാവ് ECU2 plus bar Cu. For cathode Cu2 plus bar Cu equal to E0 Cu2 plus bar Cu minus RT divided by 2F ln 1 by concentration of Cu2 plus. ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ടാണ് അവിടെ 2F വരുന്നത്. ആനോഡിന്റെ കേസിൽ വരുമ്പോൾ Zn2 plus bar Zn equal to E0 Zn2 plus bar Zn minus RT divided by 2F into ln 1 by concentration of Zn2 plus. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? സെൽ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഇതിനെ രണ്ടിനെയും എന്താണ് ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇ സെൽ ഈക്വൽ ടു ഈ കോപ്പർ മൈനസ് ഈ സിങ്ക്. അപ്പോൾ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ഡിവൈഡഡ് ബൈ 2F ഇൻറ്റു ln concentration of Zn2 plus divided by concentration of copper 2 plus Cu2 plus. അപ്പോൾ നമ്മൾ ബൈ കൺവേർട്ടിംഗ് ലോഗരിതം ടു ദ ബേസ് 10. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ E സെൽ 2.303 RT divided by 2F into log concentration of Zn2 plus divided by concentration of Cu2 plus. അപ്പോൾ നമ്മൾ ആറിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ എഫിൻ്റെ വാല്യൂ എല്ലാം നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഈ 2.303യുടെ കൂടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് E സെൽ ഇസ് ഇക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് Zn2 പ്ലസ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തുവാണ് ഈ ഒരു Nernst ഇക്വേഷൻ വരുന്നത്, ഈ ഒരു കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കേസ് വരുമ്പോൾ വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫ്രം Nernst ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽ റിയാക്ഷൻ അറിയാം. നമുക്ക് ഒരു സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എ പ്ലസ് സ്മോൾ ലെറ്റർ ബി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ബി ഗിവ്സ് സി ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു ഡി. അപ്പോൾ Nernst ഇക്വേഷൻ റിട്ടേൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇ സെൽ ഇസ് ഇക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് concentration of C raised to C, concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. അപ്പോൾ സെൽ റിയാക്ഷൻ ഒരു സെൽ റിയാക്ഷനിലാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആ ഒരു സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഈ സെല്ലിൻ്റെ വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ അത് കൊടുക്കുക. അപ്പോൾ ഈ സെല്ലിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? E0 സെൽ ഇസ് മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ E0 സെൽ ഈക്വൽ ടു 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂവിൽ ആറിൻ്റെ വാല്യൂവും ടിയുടെ വാല്യൂ എഫിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ 2.303യുടെ കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് E0 സെൽ ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ലോഗ് KC ആണ്. അതായത് KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അത് ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B അറ്റ് 298 കെൽവിനിലാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫ്രം Nernst ഇക്വേഷൻ എന്ന് പറയുന്നത് E0 സെൽ ഇസ് ഇക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ലോഗ് KC. ഓക്കെ, ഇതാണ് ഈ ഒരു എന്താണ് യൂസിങ് എബവ് ഇക്വേഷൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിഫിക്കൽട്ട് ടു മെഷർ അതർവൈസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം E0 വാല്യൂ ഓഫ് ദ സെൽ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ ആണ്. ഗിബ്സ് എനർജി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലോ, അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ
ഈ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ചാർജ് പാസ്ഡ്. ടു ഗെറ്റ് എ മാക്സിമം വർക്ക് ഫ്രം എ ഗാൽവനിക് സെൽ ദ ചാർജ് ഹാസ് ടു ബി പാസ്ഡ് റിവേഴ്സിബിളി. സോ ദ ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി ഓഫ് ദ സെൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു സെൽ പൊട്ടൻഷ്യൽ ഇ. അപ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ട്, മൈനസ് ഡെൽറ്റ ജി ഈസ് ഇക്വൽ ടു NFE, where n is the number of electrons transferred and F is the Faraday's constant. In a standard state, delta G0 is equal to minus NF E0 ആണ്. അപ്പോൾ നമുക്ക് E0യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. E0 സെൽ എന്ന് പറയുന്നത് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് KC, അതായത് നമ്മുടെ ഒരു 0.059 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ലോഗ് KC ഇല്ലേ, അതിന് തൊട്ട് മുന്നുള്ളത്, അതായത് ആറിൻ്റെ വാല്യൂവും ടിയുടെ വാല്യൂ ഒക്കെ കൊടുക്കുന്നതിന് മുന്നുള്ളത്. അപ്പോൾ 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് KC ആണ്. അപ്പോൾ നമ്മൾ E0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ G0 ഇസ് ഇക്വൽ ടു മൈനസ് ഓഫ് 2.303 RT ഇൻറ്റു ലോഗ് KC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഒരു ഡെൽറ്റ ജി എന്ന് പറയുമ്പോൾ ഇവിടെ KC എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സസൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന